Hello students, +2 accountancy ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അങ്ങനെ പാർട്ണർഷിപ്പിൻ്റെ അകത്ത് അഡ്മിഷൻ്റെ പോർഷനിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ എക്സാമിനേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾ സഹിതം ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിലിനെ പിടിക്കാൻ പോവുകയാണ്. സോ അടിപൊളിയായിട്ട് നമുക്കതിന് എക്സാമ്പിൾ സഹിതം പഠിക്കാം. സോ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ ഇൻകമിംഗ് പാർട്ണർ ഗുഡ്വിൽ കൊണ്ടുവരുന്നു, അതെങ്ങനെയാണ് ഫേമിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത്. സോ തീർച്ചയായും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് പോവേണ്ടത് ഇത് ഏതൊക്കെയാണ് തിയറി വൈസ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പഠിച്ചിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ എങ്ങോട്ട് പോകൂ, അതിന്റെ പ്രോബ്ലം സൈഡിലേക്ക് പോകൂ. സോ ഇങ്ങനെയാണ് കൊണ്ടുവരുന്ന ഒരു ഷെയർ ഓഫ് ഗുഡ്വില്ലിനാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. പ്രീമിയം പെയ്ഡ് പ്രൈവറ്റ്ലി അയക്കാം. സോ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യും നമ്മൾ എക്സാമ്പിൾ സഹിതം പറയുന്നു, കാരണം ഇവിടെ എക്സാമ്പിളിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. പ്രീമിയം ഇൻ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു, ദാറ്റ് ഈസ് റീറ്റൈൻഡ് ഇൻ ദ ബിസിനസ്. തിയറി രൂപത്തിൽ നമ്മൾ പഠിച്ചിരിക്കണം. അത് ഫേമിൻ്റെ അകത്ത് റീറ്റൈൻ ചെയ്യുകയാണെങ്കിൽ വാട്ട് ജേണൽ എൻട്രി വി വോണ്ട് ടു പാസ് എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രീമിയം ഇൻ ക്യാഷ് ആൻഡ് ദ സെയിം, ദാറ്റ് മീൻസ് പ്രീമിയം ഇൻ ഫുൾ ഓർ പാർട്ട് വിഡ്രോൺ. ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു, ഫുള്ളായിട്ടോ പാർട്ടായിട്ടോ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ വാട്ട് ജേണൽ എൻട്രി വി വോണ്ട് ടു ആസ്ക്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചത് ആ മെത്തേഡ് തന്നെയാണ്. ദെൻ ഗുഡ്വിൽ ബ്രോട്ട് ഇൻ കൈൻഡ്, ക്യാഷ് അല്ലാതെ അസറ്റിന്റെ രൂപത്തിൽ ഗുഡ്വിൽ കൊണ്ടുവരികയാണെങ്കിൽ വാട്ട് എൻട്രി വിൽ പാസ്. ദെൻ ന്യൂ പാർട്ട്ണർ ഈസ് ബ്രിങ്ങിങ് ഓൺലി എ പോർഷൻ. ഓൺലി എ പോർഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്വില്ലിന്റെ ചെറിയൊരു ഭാഗം മാത്രം അയാൾ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹിസ് നോട്ട് ഇൻ എ പൊസിഷൻ, അയാൾ തീരെ ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ, നോ എമൗണ്ട് കൊണ്ടുവരുന്നില്ലെങ്കിൽ, അതായത് എങ്ങനെ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെ കൃത്യമായിട്ട് ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് തിയറി ഭാഗം കുട്ടികൾ പഠിച്ചിരിക്കണം. സോ ഓർമ്മിച്ച് വെച്ചോളൂ, പ്രൈവറ്റ് ആണെങ്കിൽ, പ്രൈവറ്റ്ലി ആണെങ്കിൽ, അത് റീറ്റേൺ ദ ബിസിനസ് ആണെങ്കിൽ, അത് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, അത് കൈൻഡ് ആണെങ്കിൽ, അത് പോർഷൻ ആണെങ്കിൽ, അത് തീരെ കൊണ്ടുവരുന്നില്ലെങ്കിൽ, ഇങ്ങനെ കൃത്യമായിട്ട് നമ്മളെ മനസ്സിലേക്ക് അതിൻ്റെ തിയറി ആയിട്ട് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് മനസ്സിൽ കയറിയിരിക്കണം. അതിനുശേഷം നമുക്ക് ഓരോന്നിനെയും എക്സാമ്പിൾ സഹിതം നമുക്ക് പഠിക്കാം. പ്രീമിയം പെയ്ഡ് പ്രൈവറ്റ്ലി എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രീമിയം കൊണ്ടുവരികയാണെങ്കിൽ ആ പ്രീമിയം പ്രൈവറ്റായിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും അത് ഫേമിൻ്റെ അക്കൗണ്ടിലേക്ക് ഗുഡ്വിൽ എമൗണ്ടോ പ്രീമിയം എമൗണ്ടോ റെക്കോർഡ് ചെയ്യുന്നില്ല. സോ നോ ജേണൽ എൻട്രി ഓർ നോ ഫിനാൻഷ്യൽ transactions are here. No financial transactions are here. So no journal entry we are passing. ഞാനോട് ഒന്ന് പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവിടെ നമുക്ക് വിട്ടേക്കാം. അക്കൗണ്ടിങ് സൈഡിൽ അക്കൗണ്ടന്റ് വളരെ ഫ്രീ ആണ്. ദെൻ സെക്കൻഡ് വൺ, പ്രീമിയം ഇൻ ക്യാഷ് വിച്ച് ഈസ് റീറ്റൈൻഡ് ഇൻ ദ ബിസിനസ്. അത് ബിസിനസ്സിൽ തന്നെ റീറ്റൈൻ ചെയ്യുകയാണെങ്കിൽ, സാർ ഒരു എക്സാമ്പിളോടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എ ആൻഡ് ബി ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 and they admit C into a partnership firm who pays 40,000 for his capital and 5,000 as goodwill as 1/6 share. Then show the entries recording the goodwill only. അതായത് ക്യാപിറ്റൽ എൻട്രി നമുക്ക് എഴുതണ്ട, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സീസ് ക്യാപിറ്റൽ ആണ്, നമുക്ക് ഗുഡ്വിൽ എൻട്രി എഴുതാം. സോ വെരി സിമ്പിൾ, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു പ്രീമിയം ഓർ ഗുഡ്വിൽ, ദാറ്റ് ഈസ് 5,000. ഇറ്റ് ഈസ് ഫേമിൻ്റെ അകത്ത് ക്യാഷിന്റെ രൂപത്തിലേക്ക് ഫേമിൻ്റെ അകത്ത് വരുന്നു. ആ ക്യാഷ് റിട്ടേൺ ദ ബിസിനസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ സാക്രിഫൈസിംഗ് റേഷ്യോ. സോ ദാറ്റ് എൻട്രി വിൽ ബി പ്രീമിയം അക്കൗണ്ട് അറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ആരാണ് ഇവിടെയൊക്കെ? ടു എസ് ക്യാപിറ്റൽ, ടു ബീസ് ക്യാപിറ്റൽ. 3:2 മീൻസ് ഹിയർ ദ ഓൾഡ് റേഷ്യോ ഈസ് 3:2. 1/6 അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സാക്രിഫൈസ് നടക്കുന്നത് ഓൾഡ് റേഷ്യോ തന്നെയാണ്. അതുകൊണ്ട് സാക്രിഫൈസിന്റെ റേഷ്യോ ഓൾഡ് റേഷ്യോ തന്നെ ആയതുകൊണ്ട് 3,000ഉം 2,000ഉം. വെരി സിമ്പിൾ. ആദ്യം നമ്മൾ ബ്രിങ്ങിങ് അല്ലേ, എത്രയാണോ ക്യാഷ് വരുന്നത് അത് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം എത്രയാണോ പ്രീമിയം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്നു, ബൈ പ്രീമിയം എന്ന് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓർമ്മയുണ്ടല്ലോ, അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് അവരുടെ സാക്രിഫൈസിന്റെ റേഷ്യോയിൽ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കേസിന്റെ എക്സാമ്പിളിലൂടെ പോവാം. പ്രീമിയം ഇൻ ക്യാഷ്, ദ സെയിം ഇൻ ഫുൾ ഓർ പാർട്ട് ഈസ് വിഡ്രോൺ. ഒന്നുകിൽ ആ മുഴുവൻ എമൗണ്ട് അല്ലെങ്കിൽ അതൊരു പോർഷൻ വിഡ്രോ ചെയ്യുക. എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചാണ്, എക്സാമ്പിളിലൂടെ തന്നെ അത് പഠിച്ചെടുക്കണം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. സി is to partnership who pays 40,000 his capital and 9,000 as his share of goodwill. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് റിട്ടേൺ ചെയ്യുന്നില്ല. ഹാഫ് ഓഫ് ദ എമൗണ്ട്, മുഴുവനല്ല, ഹാഫ് ഓഫ് ദ ഗുഡ്വിൽ ഈസ് വിഡ്രോൺ ബൈ ദ പാർട്ട്നേഴ്സ്. നമുക്കറിയാം 9,000 ആണ് ഗുഡ്വിൽ. ഹാഫ് എന്ന് പറയുമ്പോൾ 4,500 വിഡ്രോ ചെയ്യുന്നു. ഫസ്റ്റ് ദ സെയിം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ശേഷമാണ് വിഡ്രോ ചെയ്യുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് 6,000 and 3,000 ടോട്ടൽ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നു. അതിനുശേഷം നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ എൻട്രിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തോളൂ.
ടു ക്യാഷ് ആണ്, ക്യാഷിന് ക്രെഡിറ്റ് വരുന്നു, അതും 50% ആകുമ്പോൾ 4500 ആണ്. സെയിം അവരുടെ പ്രപ്പോർഷൻ തന്നെ 3000 നമ്മുടെ എ എന്ന് പറയുന്ന പാർട്ട്ണർ വിഡ്രോ ചെയ്യുന്നു, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പാർട്ട്ണർ 1500 വിഡ്രോ ചെയ്യുന്നു. ഇത് ഫുൾ എമൗണ്ട് ആണെങ്കിൽ 9000 ആക്കുന്നു, നേരെ 6ഉം 3 ആക്കുന്നു. അങ്ങനെ ഫുൾ എമൗണ്ടോ 50% or 40% ഏതാണോ വിഡ്രോ ചെയ്യുന്നത് ആ എമൗണ്ട് മാത്രമേ ക്യാഷിൽ ക്രെഡിറ്റ് ആവൂ. കൃത്യമായിട്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന കുട്ടികൾ പഠിച്ചിരിക്കണം. സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രീമിയം ബ്രോട്ട് ഇൻ കൈൻഡ്, അസറ്റിൻ്റെ രൂപത്തിൽ. സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് A and B are partners in a firm sharing profits and losses in the ratio 3:2. They admit C as a new partner for 1/4 share in profits. C contributed the following assets towards capital and premium. കണ്ടോളൂ, അതായത് ക്യാപിറ്റലിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രീമിയത്തിലേക്കും ഒരുമിച്ച് താഴെ പറയുന്ന അസറ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ദ ടോട്ടൽ അസറ്റ് 1,20,000, 1 lakh building and machinery 80,000. So these assets are contributing and goodwill of the firm valued at 3,60,000. നമുക്കറിയാം C's share of goodwill 3,60,000 ആണ്. C's share is equal to 90,000. But the total asset contributed 3 lakh and 3 lakh minus 90,000, 2,10,000 is the capital amount and balance 90 is the goodwill. So including the asset total value 3 lakh ആയിരുന്നു. അതിൽ നിന്ന് ഇദ്ദേഹത്തിന് ഷെയർ മൈനസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും അത് 2,10,000 rupees ആണ് ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ 90,000 റീറ്റെയിൻ ചെയ്യുന്നത് 54 and 36. So the journal entry will be, so every assets we are recording the debit side. The debit, that is stock account debtor, building account debtor, machinery account debtor. To capital we calculated 2,10,000. Then the premium amount is the balance amount 90, that is 3,60,000 into 1/4. So അങ്ങനെ നേരെ അസറ്റ് വരുന്നു, നമ്മൾ നേരെ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം 90,000 ഗുഡ് വിൽ മാത്രം നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. സെയിം പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് 54 and 36. ഗുഡ് വിൽ ബ്രോട്ട് ഇൻ കൈൻഡ് ആണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. കാരണം കൊണ്ടുവരുന്ന ടോട്ടൽ അസറ്റിൻ്റെ അകത്ത് അയാളുടെ ഗുഡ് വില്ലും ഉണ്ടായിരിക്കും. ഗുഡ് വില്ലിന് വേണ്ടിയുള്ള ഹിൻഡ് നമുക്ക് തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ അതാണ് തന്നെ ഇവിടെ വരുന്നത്. 3 lakh ആയിരുന്നു ടോട്ടൽ അസറ്റ്, 90,000 ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ആണ്, മൈനസ് ചെയ്യുമ്പോൾ 2,10,000 ആണ് ക്യാപിറ്റൽ. അത് കൃത്യമായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം എൻട്രിയിലേക്ക് ബോത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ എത്രയുണ്ട്, പ്രീമിയം എത്രയുണ്ട് സെപ്പറേറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ആവണം. സോ ഇങ്ങനെയാണ് ബ്രോട്ട് ഇൻ കൈൻഡ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ തന്നെയാണ്. ഒറ്റ ക്ലാസ്സിൽ തന്നെ ഇതിലെല്ലാം കൂടെ കണക്ട് ചെയ്ത് പഠിച്ചാൽ എത്രയും പെട്ടെന്ന് തലയിലേക്ക് കയറും. എക്സാമിൻ്റെ സ്ഥിരം ആളാണ്. ദെൻ ന്യൂ പാർട്ണർ ബ്രിങ്സ് ഓൺലി എ പോർഷൻ ഓഫ് ഗുഡ് വിൽ ഇൻ ക്യാഷ്. അതായത് ടോട്ടൽ ഗുഡ് വിൽ പറയുന്നു, പക്ഷേ അതിൻ്റെ ഒരു ഭാഗം മാത്രം കൊണ്ടുവരുന്നു. ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എത്രയാണോ ഗുഡ് വിൽ കൊണ്ടുവരുന്നത്, ഓക്കെ അത് നമുക്ക് റിസീവ് ചെയ്യാം. ബാലൻസ് എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കണം. സോ അത് കൃത്യമായിട്ട് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് എൻട്രി വരിക. എക്സാമ്പിൾ നോക്കിക്കോളൂ. P&S are partners sharing profits and losses in the ratio 3:2. T admitted as 1/4 share. T brought in rupees 1 lakh as his capital and his share of goodwill was rupees 16,000. Goodwill value ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇദ്ദേഹത്തിന് ഷെയർ വാല്യൂ ചെയ്ത് വെച്ചിരിക്കുന്നത് 16,000 ആണ്. ബട്ട് he is in a position to bring only 10,000. 6,000 മിസ്സിംഗ് ആണ് അല്ലേ? 6,000 മിസ്സിംഗ് ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കൊടുക്കണം. സോ കൊണ്ടുവന്ന എമൗണ്ട് നമുക്ക് കാണിക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 1,10,000, ദാറ്റ് ഈസ് ക്യാപിറ്റലിലേക്ക് 1 lakh, ദെൻ പ്രീമിയത്തിലേക്ക് 10 ആണ്. 6,000 മിസ്സിംഗ് ആണ്. സോ പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ എത്ര കൊണ്ടുവന്നിട്ടുണ്ട്? 10,000 കൊണ്ടുവന്നു. ബാക്കി ഇദ്ദേഹത്തിൻ്റെ ടിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, 16 ആക്കുക. എന്നിട്ട് നേരെ ആ ഡെബിറ്റിന് ശേഷം 16,000 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. സോ അതിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 9,600, 6,402 പീസ് ക്യാപിറ്റൽ എസ് ക്യാപിറ്റൽ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ഇൻ എ പൊസിഷൻ അല്ല, പോർഷൻ ഓഫ് ഗുഡ് വിൽ ആണ്. പോർഷൻ ഓഫ് ഗുഡ് വിൽ മാത്രമാണെങ്കിൽ എത്രയാണോ ഗുഡ് വിൽ കൊണ്ടുവരുന്നത് അത് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കൊണ്ടുവന്ന ഗുഡ് വിൽ 10 ആണ്, 16 വേണം. ആ 6 നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു? ടിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഒരു നോർമൽ ഡെബിറ്റ് പോകുന്നു. കാരണം അക്കൗണ്ടിൽ നിന്ന് പോയതായിട്ട് കാണിക്കണമല്ലോ. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വേഗം പഠിക്കാൻ പറ്റും. നോട്ടിൻ്റെ പൊസിഷൻ ആണെങ്കിൽ മൊത്തം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ആ എൻട്രീസ് മാത്രം സാറ് കാണിച്ചു തരാം. അതായത്
എ ന്യൂ പാർട്ണർ ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ, അങ്ങനെയാണെങ്കിൽ പ്രീമിയം ഒന്നുമില്ല, ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടഡ് ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ. ഇങ്ങനെ ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകൾ എക്സാമിനേഷന് വേണ്ടി ഒറ്റ ക്ലാസ്സിന് പഠിച്ചു വെക്കണം. കാരണം ഇതിനെ നമ്മൾ അഡ്മിഷൻ സമയത്തൊക്കെ ട്രീറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ സെപ്പറേറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അഡ്മിഷൻ സമയത്തിൽ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. അതിനെ ഒറ്റ ക്ലാസ് കൊണ്ട് ഇങ്ങനെ ഒരു എക്സാമ്പിളിലൂടെ പിടിച്ചു വെച്ച് എക്സാമ്പിൾ അടക്കം ഓർമ്മിച്ച് വെച്ചുകൊണ്ട് എക്സാം ഹാളിൽ പോയാൽ മതി. ഒരിക്കലും ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ലിന്റെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവില്ല. സോ ഓൾ ദ ബെസ്റ്റ്.